നമസ്കാരം, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. 1980 നവംബർ 16 ഒരു ശരാശരി മലയാളി അല്ലെങ്കിൽ ഒരു സിനിമ ആരാധകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു ദുഃഖകരമായ ദിവസം തന്നെയാണ് നവംബർ 16, 1980. നമ്മളുടെ പ്രിയങ്കരനായ ജയൻ, എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ നായകൻ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്ന് 40 വർഷങ്ങൾ കഴിയുകയാണ്. ഈ 40 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ താരപ്രഭ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാം. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ കിങ് എന്നത് മലയാളികളുടെ മനസ്സിലെ സൗന്ദര്യത്തിൻ്റെ സങ്കല്പമായിരുന്നു ജയൻ. അതുപോലെ തന്നെ പൗരുഷത്തിൻ്റെ പ്രതീകവും അദ്ദേഹം തന്നെയായിരുന്നു. വെറും 6 വർഷക്കാലം കൊണ്ട് മാത്രം ഈ 40 വർഷത്തിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ 40 വർഷമായിട്ട് മലയാളത്തിൻ്റെ സൂപ്പർ താരം എന്നുള്ള പദവി അദ്ദേഹത്തിന് അലങ്കരിക്കാൻ കഴിഞ്ഞു. വെറും 116 ചിത്രങ്ങൾ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അതും 6 വർഷങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആ 116 ചിത്രങ്ങളോളം അഭിനയിച്ചത്. 1970-കളുടെ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് വരുന്നു. സത്യനും നസീറും ഇവിടെ അരങ്ങ് വാണിരുന്ന സമയം അതിൻ്റെ ഒപ്പം തന്നെ സോമനും സുകുമാരനുമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്ക് പയ്യെ പയ്യെ വളർന്നു വന്ന് അവരേക്കായാലുമൊക്കെ വളർന്ന് ഇന്ന് മലയാളി സിനിമയുടെ സങ്കല്പം, അതായത് 40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞ അദ്ദേഹം ഇന്നും നമ്മുടെ മുമ്പിൽ ഒരു സൂപ്പർ സ്റ്റാറായി വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പല പടങ്ങൾക്കും ഇന്നും ആരാധകർ ഏറെയാണ്. നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി അറിയാം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമുക്ക് എത്രത്തോളം റീച്ചുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബിൽ ഇല്ലാത്ത സിനിമകൾക്ക് വേണ്ടി പ്രേക്ഷകർ എന്തോരം കാത്തിരിക്കുന്നു എന്നുള്ളത്. 1939 കൊല്ലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. തേവള്ളി കൊട്ടാരം വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഭാരതിയമ്മയുടെയും മകനായി ജനിച്ചു. 10ാം തരം കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ ജോലിക്ക് പോകുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്തു വരുന്നു. മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ തുടങ്ങി മലയാളികളുടെ സ്വന്തം സൂപ്പർ സ്റ്റാറായി മാറി. ജയൻ മലയാളികളുടെ ആവേശമാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ തന്നെ ആവേശമെന്ന് പറയാം, അല്ലാതെ ഒരു കാലഘട്ടത്തിൻ്റെ ആവേശമല്ല. അല്ലെങ്കിൽ അദ്ദേഹം ഇന്നും നമ്മളുടെ മനസ്സിൽ ഇത്രത്തോളം വരികയുണ്ടായിരുന്നില്ല. 40 വർഷം കഴിയുന്നു. 41ാമത്തെ വർഷങ്ങളിലേക്ക് കടക്കുമ്പോഴും നമുക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടിട്ട് കുറച്ച് നാളുകൾ പോലും ആയെന്ന് നമുക്ക് തോന്നുന്നില്ല. അത്രത്തോളം. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇതിൽ കേൾക്കുന്ന പലരും ജയൻ മരിക്കുന്ന സമയത്ത് പോലും ജനിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന, നമ്മൾ കണ്ടിട്ട് പോലുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ മാത്രം നമ്മൾ അറിയുന്ന അദ്ദേഹത്തെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അദ്ദേഹം 500 സിനിമകളിലോ 1000 സിനിമകളിലോ അഭിനയിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ നിന്നൊരു അവാർഡ് കിട്ടി, മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന അവാർഡ്. അത് വേറെ ആർക്കും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. പെട്ടെന്നല്ല, 40 വർഷം അതിനൊരു ഉദാഹരണമാണ്. പ്രേം നസീർ, സത്യൻ, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ ഇവരെല്ലാവരും ഉണ്ട്. എന്നിട്ടും നമ്മളെ വിട്ടുപിരിഞ്ഞ് ഇദ്ദേഹം 40 വർഷങ്ങൾക്ക് മുമ്പ് വിട്ടുപിരിഞ്ഞ് ഇദ്ദേഹം നമ്മളുടെ ജയൻ എന്ന അതുല്യ പ്രതിഭ ഇന്നും നമ്മളുടെ സൂപ്പർ സ്റ്റാറായി മനസ്സിൽ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അദ്ദേഹത്തിൻ്റെ സ്റ്റണ്ട് രംഗങ്ങളിൽ ഒരിക്കൽ പോലും അദ്ദേഹം ലൂപ്പിനെ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തത്. കോളിളക്കം എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ ആ ഒരു ഹെലികോപ്റ്റർ സ്റ്റണ്ട്, ആ സ്റ്റണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തത്. ഷോളവാരം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഷൂട്ടിംഗ്. ഇന്നത്തെ പോലെ നമുക്ക് അത്ര പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എത്തിക്കാൻ പറ്റുന്നിടത്ത് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. പക്ഷേ നമ്മളെ വിട്ട് പിരിഞ്ഞ് പോയി. നവംബർ 16, 1980. ഒരു നടൻ എന്നതിലുപരി ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ജനഹൃദയങ്ങളിൽ ഇത്രത്തോളം കാലം ജീവിച്ചിരിക്കുക എന്നുള്ളത്. ഇനിയൊരു 100 വർഷം കഴിഞ്ഞാലും ഒരുപക്ഷെ അദ്ദേഹം മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി നമ്മളുടെ എല്ലാം മനസ്സിൽ, ഒരുപക്ഷെ നമ്മളൊന്നുണ്ടാവില്ല, നമുക്ക് പിന്നീട് വരുന്ന തലമുറയുടെ ഉള്ളിലും അദ്ദേഹം ഒരു വലിയ സൂപ്പർ സ്റ്റാറായി നിലകൊള്ളട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം അത്രത്തോളം ഇഷ്ടമാണ് എനിക്കും നിങ്ങൾക്കും എല്ലാം ജയൻ എന്ന നമ്മുടെ കൃഷ്ണൻ നായർ. പ്രേം നസീർ, സത്യൻ എന്നിവരെ പോലെയുള്ള മികച്ച നടന്മാരുടെ പിന്നാലെ വന്ന് മമ്മൂട്ടി, മോഹൻലാൽ എന്ന പുതുതലമുറക്കാരെ പോലും ഇന്നും വിസ്മയിപ്പിക്കുന്ന ഏറെ നമ്മളുടെ പ്രിയങ്കരനാണ് ജയൻ.
മഹാനായ കലാകാരൻ്റെ മുമ്പിൽ പ്രണാമത്തോടെ ഈ വീഡിയോ ഞങ്ങൾ അർപ്പിക്കുകയാണ്. 41 വർഷത്തേക്ക് കിടക്കുന്നു അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട്. അപ്പോൾ ആ സ്മരണാഞ്ജലിക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി